ഈ പ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ചൊവ്വാഴ്ച ഇലക്ഷനാണ്. ഇലക്ഷന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് ഇലക്ഷന് നിൽക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ വലിയ കരുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവർ ചെയ്യുന്ന എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയും അത്ഭുതങ്ങളും ഉണ്ടാകാൻ സഹായിക്കും. ഒരു വൻ വിജയം ദൈവം കൊടുക്കും. ആദരിച്ച് കർത്താവ് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. അവർക്ക് സഭ ഒരു ക്ലാപ്പ് കൊടുത്ത് നിങ്ങളിരുന്നേ. സഹോദരങ്ങൾ കുടുംബമായി 7 വർഷമായി എലോഹിം ചർച്ചുമായി ചേർന്ന് നിൽക്കുന്നു. ഉദിമൂട് ചെറുകോൽ പഞ്ചായത്തിൽ ഇവരായിരിക്കുന്ന സ്ഥലത്തെ വാർഡിൽ 30 വർഷമായി ഒരു കുടുംബത്തിലെ ഭർത്താവും ഭാര്യയും മാറി മാറി ആ വാർഡിലെ മെമ്പർമാരായിരുന്നു. അവർ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ഭാര്യയും ഭർത്താവും തന്നെ ആ വാർഡിലെ മെമ്പറായി മുന്നോട്ട് പോയി. ഒക്ടോബർ മാസത്തിലെ ഇവിടെ ആരാധന മധ്യത്തിൽ പാർശ്വപ്രകാരം പറഞ്ഞു, ഈ മാസം നിങ്ങൾക്കൊരു വിടുതലിൻ്റെ മാസമാണ് എന്ന്. ആ ദൂത് അതുപോലെ തന്നെ ഏറ്റെടുത്തു. ഒരത്ഭുതം നടക്കുമെന്ന്. അതിനുശേഷം പാർശ്വയെ കണ്ട് പ്രാർത്ഥിച്ചു. പാർശ്വപ്രകാരം പറഞ്ഞു, ധൈര്യമായി നിൽക്കുക, ഈ പ്രാവശ്യം ജയിക്കുമെന്ന്. ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ ചെറുകോൽ പഞ്ചായത്തിൽ ആ വാർഡിൽ ജയിപ്പാനിടയായി. പ്രാർത്ഥിച്ച പാർശ്വക്കും സഭയ്ക്കും നന്ദി അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അനു. ഞാൻ കടന്നു വരുന്ന ഉദിമൂട്ടിൽ നിന്നാണ്. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് വിശ്വാസത്തിൽ ഈ ദേവാലയത്തിലായി തിരുവാൻ യഹോവയെ ദൈവം ഞങ്ങളെ ഇടയാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ നിന്നാണ്, പക്ഷേ ഫെയിലായിപ്പോയി. അന്ന് എനിക്കെതിരായി പ്രവർത്തിച്ച ഈ ഹസ്ബൻഡാണ് നിന്നത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പാസ്റ്റർ അദ്ദേഹം കളിയാക്കി, സത്യത്തിൽ കളിയാക്കി. നിങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു നിങ്ങൾ ജയിച്ചില്ലല്ലോ എന്ന്. എനിക്ക് ഭയങ്കര വിഷമവും ഭയങ്കര നിരാശയായിപ്പോയി. ഈ ഒക്ടോബർ മാസത്തിൽ പാസ്റ്റർ അവസാന ഞായറാഴ്ച ആരാധന മധ്യേ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. ഞങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം പാർട്ടിക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. നിൽക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് പറയാം. കുറേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. കാരണം 30 വർഷമായിട്ട് അപ്പച്ചനറിയാം, അപ്പച്ചൻ്റെ ബന്ധുവാണ്. എന്നാലും അപ്പച്ചൻ എന്നോടൊപ്പം ആയിരുന്നു കേട്ടോ. അപ്പച്ചൻ എന്നോടൊപ്പം ആയിരുന്നു. അവർ 30 വർഷമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവിടെ ആ വാർഡ് ഭരിക്കുന്നത്. ആര് നിന്നാലും തോറ്റുപോകും. അത് എത്ര ശക്തരായി നിന്നാലും തോറ്റുപോകും. അങ്ങനെ ഞങ്ങൾ നിന്നു. അപ്പം ഞാൻ വന്ന് പാസ്റ്റർ ഇതുപോലെ എനിക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ പാസ്റ്റർ ധൈര്യമായിട്ട് സിസ്റ്റർ ജയിക്കുമെന്ന് പറഞ്ഞു. ആ ധൈര്യത്തോട് തന്നെ ഞാൻ നിന്നു. സുരേഷ് പാസ്റ്ററോട് പ്രത്യേകം പാസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഇന്നലെ റിസൾട്ടിന് ഞാൻ കയറിയില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സത്യം. അച്ഛൻ ഒറ്റയ്ക്കാണ് പോയി. കാരണം എനിക്ക് ഓഡിറ്റോറിയത്തിൽ കയറി വിശ്വാസം ഉണ്ടെങ്കിലും ഭയങ്കര അന്നേരം അത് നെഞ്ചടിച്ചാണ് സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിസൾട്ട് അറിഞ്ഞ് കുനിഞ്ഞു വരും. അപ്പം എനിക്ക് ഞാനാ ജയിച്ചതെന്ന് മനസ്സിലായി. സത്യം ഞങ്ങൾ അവിടെ കൂടെ കുനിഞ്ഞ് നടന്ന സത്യം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയറില്ല, ഈ പ്രാവശ്യം ഞാൻ കയറിയില്ല. ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരും കുനിഞ്ഞു വരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഓടിപ്പോയി അവിടെ നിന്ന് ഒരുപാട് പേരെ കെട്ടിപ്പിടിച്ചു ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു. പിന്നെ സുരേഷ് പാസ്റ്ററിന് പാസ്റ്ററോട് മെസ്സേജ് അയച്ചു. പാസ്റ്റർ എറണാകുളത്ത് അത് മെസ്സേജ് അയച്ചു. പ്രിയമുള്ളവർ, അങ്ങനെ എനിക്ക് ദൈവം 61 വോട്ടിന് ഭൂരിപക്ഷം ജയിപ്പാൻ ദൈവം എനിക്ക് ഇടയാക്കി തരുന്നു. തുടർന്ന് 5 വർഷക്കാലം ആ പഞ്ചായത്തിൽ ആ വാർഡിൽ എനിക്ക് നിൽപ്പാൻ ദൈവം ശക്തി തരണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപാട് പാസ്റ്റർ അറിയാം ഞങ്ങളുടെ വഴി വളരെ മോശമാണ്. അതുകൊണ്ട് ആ വാർഡിൽ നന്നായി പ്രവർത്തിപ്പാൻ എനിക്ക് സാധിക്കണം. വളരെ ശക്തിയോട് കഴിഞ്ഞ 30 വർഷക്കാലം അവർ പ്രവർത്തിച്ചത് ഈ 5 വർഷം കൊണ്ട് എനിക്ക് പ്രവർത്തിക്കണം. അപ്പം നിങ്ങൾ അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും പിന്നെ പാസ്റ്ററോടും സുരേഷ് പാസ്റ്ററോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. മെമ്പറിന് നല്ല സൂപ്പർ ക്ലാപ്പ് കൊടുത്തേ. ദൈവം അനുഗ്രഹിക്കും. ഐ ബ്ലസ് യു. സന്തോഷമായിരിക്കും. ദൈവം അനുഗ്രഹിക്കും. റൈറ്റ്. ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കർത്താവ് എത്രയോ വിശ്വസ്തനാണ്. നമ്മുടെ ഇടയിൽ നിന്ന് മെമ്പർമാർ വരട്ടെ. നിരവധി മെമ്പർമാർ നമ്മുടെ ഇടയിൽ നിന്ന് വരട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് MLA വരട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് MP വരട്ടെ. നിങ്ങളൊരു സ്തോത്രം ചെയ്തില്ലല്ലോ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേഷു. എല്ലാ മാസത്തിന്റെയും 3-ാമത്തെ ബുധനാഴ്ച മാവേലിക്കര വ്യാപാര ഭവൻ മുനിസിപ്പൽ ഓഫീസിന് സമീപം പാസ്റ്റർ വിനു വാഴമൂട്ടം വചനം ശുശ്രൂഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അമൃതാണേഷു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ, രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും
ഉണർവിലും നീ മാത്രമേ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരുകിൽ നീ എന്നുമെന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരുകിൽ നീ എന്നുമെന്നും വേണം. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ